എല്ലാവർക്കും സുഖല്ലേ? ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി, പുട്ട് ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ഇനി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റിൽ ഈ ഒരു റെസിപ്പിയും കൂടി ആഡ് ചെയ്തോളൂട്ടാ. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 1/4 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പ് തോരപ്പരിപ്പും 3 ചുവന്ന മുളകും കൂടി അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇതിന്റെ വെള്ളം കളഞ്ഞ് എടുത്തിട്ട് വരാം. വെള്ളം കളഞ്ഞ പരിപ്പ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും 1/4 ടീസ്പൂണിലും കുറവ് കുരുമുളകും ചേർക്കാം. വെള്ളം ചേർക്കാണ്ട് തരിതരിയോടുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേശ്ശെ തരിതരിയോടുകൂടിയാണ് അരച്ചേക്കണേ. ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സവോള ചെറുതായിട്ട് മുറിച്ചത്, 1 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, 2 ചുവന്ന മുളക് കീറിയിട. ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കറുത്ത എള്ള് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് സവോള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. സവോള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. സവോള സോഫ്റ്റ് ആയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇതും ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നുറുക്ക് ഗോതമ്പ് ചേർത്ത് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നാളികേരം ചേർക്കാം. 1/2 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. നാളികേരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നും. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ പരിപ്പിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. നുറുക്ക് ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വെറ്റി മിക്സ് നല്ല കട്ടിയായിട്ടാണ്. ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നിർത്തിയിട്ട് ഇത് ഉപ്പുമാവായിട്ടും കഴിക്കാം. അല്ല ആ സ്റ്റെപ്പും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട് കേട്ടോ. നമുക്കിത് ബോൾസ് ആക്കാം. ബോൾസ് ആക്കിയിട്ട് നമ്മളിത് ആവി കയറ്റാനാണ് പോണേ. ഏതിലാണോ ആവി കയറ്റണേ അതിലേക്ക് ഓരോ ബോൾസും വെച്ച് കൊടുക്കും. നമുക്കിത് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. റെസിപ്പി തണുത്തുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നെടുത്ത് മാറ്റാം. നല്ല ഹെൽത്തിയും ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.